ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായത്. 362 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു അത്. മെയ് മാസത്തിലെ ആ ഒരു ഇടിവിന് ശേഷം മാർക്കറ്റ് നടത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു റീബൗണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ ഉണ്ടായ ഒരു വൻ കുതിപ്പിൽ 24,000 കടക്കാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ശ്രമിച്ചെങ്കിലും അവസാന മണിക്കൂറുകളിൽ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതുകൊണ്ട് 23,854 എന്ന ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ചിട്ട് 231 പോയിന്റിന്റെ ഒരു നേട്ടത്തോടു കൂടിയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം, വെസ്റ്റ് ഏഷ്യയിൽ ഏകദേശം 4 മാസത്തോളമായിട്ട് നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു സമാധാന കരാറിലെത്തിയതായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ട്രൂ സോഷ്യലിൽ അനൗൺസ് ചെയ്തതോടുകൂടിയാണ് വമ്പിച്ച ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ക്രൂഡ് ഓയിൽ വില ഏകദേശം 80 എന്ന ലെവലിലേക്ക് താഴോട്ടേക്ക് വന്നത് കാരണം ഗ്ലോബൽ മാർക്കറ്റ് മൊമെൻറ്റം ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്ന് കാണാൻ കഴിയും. ജപ്പാന്റെ നിക്കിയും സൗത്ത് കൊറിയയുടെ കോസ്പിയും ഒക്കെ 5% ഒരു മുന്നേറ്റമാണ് കാണിച്ചത്. കൂടാതെ US ഫ്യൂച്ചേഴ്സും പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഗിഫ്റ്റ് നിഫ്റ്റി 24,000 മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധത്തിന്റെ സമയത്ത് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടക്കുന്നതിന് മുമ്പ് ക്രൂഡ് ഓയിലിന്റെ വില $70-75 നിലവാരത്തിലായിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ വില കുതിച്ചുയരുകയും ഏപ്രിൽ മാസത്തിൽ അത് $138 വരെ ഉയർന്നിരുന്നു. ഇപ്പം ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് ക്രൂഡ് ഓയിലിൻ്റെ വില $82-83 ട്രേഡ് ചെയ്തതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഈ ലെവലിൽ ഇപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ വില കാണുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇടിവിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം ഇന്ത്യൻ റുപ്പി കൂടുതൽ ശക്തിപ്പെട്ടിരുന്നു. ഇപ്പോൾ 95 നിന്ന് 94 എന്ന ഒരു ലെവലിലാണ് ഇന്ന് ട്രേഡ് ചെയ്തതെന്ന് കാണാം. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ ഈ മുന്നേറ്റം നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ച വരാനിരിക്കുന്ന അമേരിക്കയുടെ ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളും പലിശ നിരക്ക് സംബന്ധിച്ച നിലപാടുകളും ഒക്കെ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിച്ചേക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള US ഇറാൻ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലുള്ള ചർച്ചകളും ഇറാന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ നീക്കങ്ങളെ ഗ്ലോബൽ മാർക്കറ്റ് വളരെ സൂക്ഷ്മമായിട്ട് തീർച്ചയായിട്ടും നിരീക്ഷിക്കും. ഇപ്പോൾ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മൾ കാണുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു പീസ് ഡീല് ഇസ്രായേലിലും ഇറാനിലും തികച്ചും വിപരീതമായ പ്രതികരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഇതിനെ ആവേശത്തോടെ സ്വീകരിച്ചെങ്കിലും ഈ 2 രാജ്യങ്ങളിലെയും രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾക്കിടയിൽ വലിയ തർക്കങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്ന ഇസ്രായേൽ കടുത്ത അതിർത്തിയിലാണ്. അമേരിക്ക തങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇറാൻ അനുകൂലമായ കരാറുണ്ടാക്കി എന്നാണ് ഇസ്രായേലിൻ്റെ പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം ഇറാൻ്റെ ആണവ പദ്ധതി പൂർണ്ണമായി തകർക്കുക, അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇല്ലാതാക്കുക, ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകളെ പൂർണ്ണമായി തുടച്ചേക്കുക എന്നൊക്കെയായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ. എന്നാൽ ഈ ഒരു കരാറിലൂടെ അതൊന്നും സാധ്യമായില്ല എന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട്. എന്നാൽ ഇറാനിൽ നേരെ മറിച്ച് ഇത് അവരുടെ ഒരു നയതന്ത്ര വിജയമായിട്ടാണ് അവർ കാണിക്കുന്നത്. അമേരിക്കയുടെ ആ ഒരു നാവൽ ബ്ലോക്കേഡും അവസാനിക്കുകയാണ്. കൂടാതെ സാങ്ഷൻസും ഒഴിവായി കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് അവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇറാന്റെ ഉള്ളിലും ഈ കരാറിനോട് എതിർപ്പുള്ള ധാരാളം ഗ്രൂപ്പുകളുണ്ട്. ഇറാനിലെ തീവ്ര നിലപാടുകാരായിട്ടുള്ള ഗ്രൂപ്പുകൾ അമേരിക്കയുമായി യാതൊരു ചർച്ചയും പാടില്ലെന്ന നിലപാടിലാണ്. അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഇറാൻ ഈ കരാറിനെ ഒരു താൽക്കാലിക ആശ്വാസമായി വിജയമായി കാണുമ്പോൾ ഇസ്രായേൽ ഇതിനെ തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായ ഉറപ്പുകളൊന്നും കരാറിൽ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ജൂൺ 19 ജനീവയിൽ വെച്ച് ഔദ്യോഗികമായിട്ട് ഈ കരാർ ഒപ്പിടുന്നത് വരെ മാർക്കറ്റ് ഇപ്പോഴും ഒരു ആശങ്കയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്. ഏതായാലും മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ശക്തമായ ഒരു ബുള്ളിഷ് മൊമെന്റം ഉണ്ട്. നിഫ്റ്റി 23,500 മുകളിൽ തുടരുന്നിടത്തോളം കാലം നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സുരക്ഷിതമായ ഒരു സോണായിരിക്കും. അപ്പോൾ 24,000 24,200 എന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കടുത്ത റെസിസ്റ്റൻസ് ലെവലാണ്. ഇപ്പോൾ മാർക്കറ്റിന് ഇതിന് മുകളിലേക്ക് തുടർച്ചയായ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസിംഗ് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഓരോ ഉയർച്ചയിലും ശക്തമായ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സാധ്യത നമുക്കെപ്പോഴും കാണേണ്ടി വരും. ഇന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ മൊത്തം പ്രകടനം നോക്കുകയാണെങ്കിൽ ബ്രോഡ് മാർക്കറ്റിൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ 68% ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ 28%. അപ്പോൾ വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ കാണുന്നത്. അക്രോസ് ബ്രോഡ് മാർക്കറ്റിൽ നിഫ്റ്റി 50യേക്കാൾ ഔട്ട് പെർഫോം ചെയ്തത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും അതുപോലെ തന്നെ നിഫ്റ്റി നെക്സ്റ്റ് 50യിലെ ലാർജ് ക്യാപ്പ് ഇൻഡെക്സുമാണ്. നിഫ്റ്റി 50യിൽ ട്രെൻഡ്, HDFC ലൈഫ്, ശ്രീറാം ഫിനാൻസ്, ഐഷർ മോട്ടോഴ്സ്, ഇൻഡിഗോ, ബജാജ് ഫിൻസർവ്, SBI ലൈഫ്, മാരുതി, അൾട്രാടെക് സിമെന്റ്, എറ്റേണൽ, മഹീന്ദ്ര, ലാർസൺ ആൻഡ് ടൂബ്രോ ഒക്കെ
3 മുതൽ 5% റാലിയാണ് ഇന്ന് നടത്തിയത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ, ഫൈനാൻഷ്യൽ സർവീസസ്, മെറ്റൽ, റിയൽറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, സിമെൻറ്റ്, ഈ സെക്ടറിലൊക്കെ 1 to 2% ഒരു മുന്നേറ്റം ഉണ്ടായി. ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിന്നിട്ടുള്ളത് റിയൽറ്റിയാണ്. അവിടെ ഏകദേശം 4% അടുത്തുള്ള ഒരു മുന്നേറ്റം ഇന്ന് കാണാൻ കഴിഞ്ഞു. അതുപോലെ ഇന്ത്യ വിക്സും 14 എന്ന ലെവലിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നതും കാണാം. ഇതും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് വേദാന്ത ലിമിറ്റഡിന്റെ മെഗാ ഡിമർജറിന് ശേഷം പുതിയ 4 കമ്പനികളെ ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലിസ്റ്റിംഗിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയതും മാർക്കറ്റിൽ ഒരു വൻ തരംഗം സൃഷ്ടിച്ചതും വേദാന്ത അലൂമിനിയം മെറ്റൽ ലിമിറ്റഡാണ്. മാർക്കറ്റ് പൊതുവെ പ്രതീക്ഷിച്ചത് 400-450 എന്നുള്ള ഒരു വിലയിലായിരിക്കും ഇത് ലിസ്റ്റ് ചെയ്യുക എന്നാണ്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് 522 എന്ന പ്രൈസിലാണ് ഈ അലൂമിനിയം ലിസ്റ്റ് ചെയ്തത്. അതുപോലെ വേദാന്ത പവർ 41 എന്നുള്ള പ്രൈസിലാണ് ലിസ്റ്റ് ചെയ്തത്. വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ് 38 എന്ന പ്രൈസിലും വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ 20 എന്ന പ്രൈസിലുമാണ് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ പാരന്റ് കമ്പനിയായിട്ടുള്ള വേദാന്ത ലിമിറ്റഡ് 311 എന്ന ഒരു പ്രൈസിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ വേദാന്തയുടെ ഈ ഡിമർജർ പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ റെക്കോർഡ് ഡേറ്റിന് മുമ്പ് ഈ സ്റ്റോക്കുകൾ വാങ്ങി കൈവശം വെച്ചവർക്കാണ് യഥാർത്ഥത്തിൽ ഇന്ന് വലിയ ലാഭം ഉണ്ടായിരിക്കുന്നത്. കാരണം ഡിമർജറിന് മുമ്പ് വേദാന്തയുടെ പ്രൈസ് 773 എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു. ഇന്ന് ലിസ്റ്റ് ചെയ്ത ഈ 4 കമ്പനികളുടെ വിലയും നിലവിലുള്ള വേദാന്ത ലിമിറ്റഡിൻ്റെ വിലയും കൂടി കൂട്ടിയാൽ ഏകദേശം 933 എന്ന പ്രൈസാണ് നമ്മൾ കാണുക. അതായത് റെക്കോർഡ് ഡേറ്റിന് മുമ്പ് ഈ സ്റ്റോക്ക് വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മിനിമം 20% ലാഭം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വാല്യൂ അൺലോക്കിംഗ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ 4 കമ്പനികളും ആദ്യത്തെ 10 ദിവസം അത് ട്രേഡ് ടു ട്രേഡ് സെഗ്മെൻറ്റിലായിരിക്കും. അതായത് ഇതിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ സാധിക്കില്ല, ഡെലിവറി എടുത്തുകൊണ്ട് മാത്രമേ വാങ്ങാൻ സാധിക്കൂ. കൂടാതെ ഇതിൻ്റെ സർക്യൂട്ട് ലിമിറ്റ് 5% ആയിരിക്കും. അതായത് 5% സ്റ്റോക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത് അപ്പർ സർക്യൂട്ടിലേക്ക് പോകും, പിന്നീട് അത് വാങ്ങാൻ കഴിയില്ല. അതുപോലെ 5% താഴോട്ടേക്ക് വന്നാൽ ലോവർ സർക്യൂട്ടിലേക്ക് പോകും, പിന്നീട് അവിടെ എക്സിറ്റ് ആവാനും സാധിക്കില്ല. ഫ്രഷ് എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വേദാന്ത അലൂമിനിയം ഒരു നല്ലൊരു ബെറ്റായിരിക്കും. കൂടാതെ വലിയ കടബാധ്യതയില്ലാത്ത വേദാന്ത പവറും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളാണ്. എന്നാൽ ഈ ലിസ്റ്റിംഗ് ഡേയിൽ ഉണ്ടായിട്ടുള്ള ഈ അമിതമായിട്ടുള്ള ആവേശം മാറി മാർക്കറ്റ് ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസിലേക്ക് വരുമ്പോൾ മാത്രം വാങ്ങുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതം. അപ്പോൾ വേദാന്തയുടെ ഈ മെഗാ ഡിമർജറിൽ ഏറ്റവും തണുത്ത പ്രതികരണം കാണിച്ചത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് യാതൊരു താല്പര്യം കാണിക്കാതിരുന്ന 2 ഡിമർജർ എൻറ്റിറ്റി കാണുന്നത്, ഒന്ന് വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസും അതുപോലെ വേദാന്ത അയൺ ആൻഡ് സ്റ്റീലുമാണ്. ഇത് രണ്ടും ലോവർ സർക്യൂട്ടിലേക്ക് പോയതായിട്ട് കാണാം. എന്നാൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് വേദാന്ത പവറാണ്. ലിസ്റ്റിങ്ങിന് ശേഷം ഇതിൽ 5% അപ്പർ സർക്യൂട്ടിലേക്ക് പോയതായിട്ട് കാണാം. ഇപ്പോൾ പവർ സെക്ടറിനോട് പൊതുവെ മാർക്കറ്റിലുള്ള ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഈ സ്റ്റോക്കിൽ അനുകൂലമായി വന്നതായിട്ട് കാണാം. അതുപോലെ ഇന്ന് റിലയൻസ് സ്റ്റോക്കൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ റിലയൻസിൻ്റെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വരാൻ പോവുകയാണ്. ജിയോയുമായി ബന്ധപ്പെട്ട IPO ചർച്ചകൾ വീണ്ടും മാർക്കറ്റിൽ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമുക്കറിയാം IPO മാർക്കറ്റിൽ വലിയ കമ്പനികളിൽ നിന്നും തങ്ങളുടെ പബ്ലിക് ഇഷ്യൂമായി വരാൻ മടിച്ചിരുന്നു. പ്രത്യേകിച്ച് യുദ്ധ സാഹചര്യം കാരണം മാർക്കറ്റിൻ്റെ വളറ്റിലിറ്റിയും FIAസിൻ്റെ ശക്തമായ ഔട്ട്ഫ്ലോയും കാരണം ഈ ശരിയായ വാല്യുവേഷൻ ലഭിക്കില്ല എന്ന ഭയത്താൽ കമ്പനികൾ IPOകൾ താൽക്കാലികമായി മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ US മാർക്കറ്റിൽ സ്പേസ് IPOയുടെ വൻ വിജയം മൊത്തത്തിലുള്ള ഒരു ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ IPO ആയിട്ടുള്ള $75 ബില്യൺ സമാഹരണമാണ് അവിടെ നടന്നത്. അപ്പോൾ ഇത് നൽകിയ ആവേശവും അതുപോലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ യുദ്ധഭീതി കുറേയൊക്കെ ഒഴിവായത് കാരണം സെക്കൻഡറി മാർക്കറ്റ് ശക്തമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈമറി മാർക്കറ്റും ഉണരും. അപ്പോൾ അതൊക്കെ ഈ മെഗാ IPOകൾ വരാനുള്ള, അത് വൻ വിജയമാകാനുള്ള ഒരു പശ്ചാത്തലം ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞതായിട്ടാണ് പല കമ്പനികളും കരുതുന്നത്. അപ്പോൾ ഈ ഒരു അനുകൂല സാഹചര്യം നിലവിൽ വരുന്നതോടെ പത്രത്തിൽ ക്യൂവിൽ നിൽക്കുന്ന IPOകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച റിലയൻസ് ജിയോ IPO തന്നെയാണ്. അതുകൂടാതെ NSEയുടെ IPO, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലോങ് എവെയ്റ്റഡ് IPO ആണിത്. ഇതും അടുത്ത് തന്നെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ സെപ്റ്റോയുടെ IPO, അതുപോലെ ഹിന്ദുസ്ഥാൻ കൊക്കക്കോല ഹോൾഡിങ്ങിൻ്റെ IPO ഉണ്ട്. അതുപോലെ SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ IPO, അതുപോലെ റാസർ പേയുടെ IPO, ഫ്ലിപ്കാർട്ടിൻ്റെ IPO, അതുപോലെ ഫോൺ പേയുടെ IPO. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട IPOകൾ ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇന്ന് മാർക്കറ്റിൽ നല്ല മുന്നേറ്റം നടത്തിയ ജ്വല്ലറി അതുപോലെ ഗോൾഡ് റിലേറ്റഡ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടായി. അതുപോലെ ടൈറ്റാൻ, സെൻകോ ഗോൾഡ്, PC ജ്വല്ലേഴ്സ്, ഈവൻ വളരെ വിവാദത്തിൽ നിൽക്കുന്ന രാജേഷ് എക്സ്പോർട്സ് വരെ അപ്പർ സർക്യൂട്ടിലേക്ക് പോയതായിട്ട് കാണാം. അതുപോലെ സ്കൈ ഗോൾഡ്, ഈ സ്റ്റോക്കിലൊക്കെ നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം യുദ്ധസമയത്ത് സാധാരണഗതിയിൽ എല്ലാവരും സേഫ് ഹെവൺ എന്നുള്ള നിലക്ക് പണം നിക്ഷേപിക്കുന്നത് ഗോൾഡിലാണ്. എന്നാൽ ഗോൾഡ് വളരെയധികം ഉയർന്നതോടുകൂടി
ആളുകൾ പണം കൂടുതൽ ഡോളറിലേക്കും ബോണ്ടുകളിലേക്കും മാറ്റിയിരുന്നു. അതുകൊണ്ട് US ബോണ്ട് ഈൽഡൊക്കെ വളരെയധികം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ US ഇറാൻ ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതോടുകൂടി ഈ ഡോളറിൻ്റെ ഡിമാൻഡ് കുറയുകയും ഡോളർ ഇൻഡെക്സ് താഴോട്ടേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡോളർ ദുർബലമാകുമ്പോൾ മറ്റ് കറൻസികൾ ഉപയോഗിക്കുന്നവർക്ക് സ്വർണം വാങ്ങുന്നത് കൂടുതൽ ലാഭകരമാകും. ഇത് സ്വർണത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്നുണ്ട്. കൂടാതെ യുദ്ധഭീതി കഴിഞ്ഞ് എണ്ണവില കുറയുന്നതോടെ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള സൂചനകളുണ്ട്. ഇപ്പോൾ ജെറോം പവലിന് പകരം പുതുതായിട്ട് ചെയർമാനായി വന്നിട്ടുള്ള കെവിൻ വാഷ്, അദ്ദേഹം പൊതുവെ പലിശ നിരക്ക് കുറക്കാൻ അനുകൂലിക്കുന്ന ഒരാളാണ്. എന്നാൽ നിലവിലുള്ള ഉയർന്ന ഇൻഫ്ലേഷൻ കാരണം അദ്ദേഹം ഇപ്പോഴുള്ള പലിശ നിരക്ക് അതേ നിലയിൽ തുടരാനുള്ള സാധ്യതയാണ് പൊതുവെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും വരും മാസങ്ങളിൽ റേറ്റ് കട്ടിൻ്റെ സാധ്യതകൾ തന്നെയാണ് US മാർക്കറ്റിലുള്ളത്. എന്നാൽ മാർക്കറ്റ് കൂടുതലായിട്ട് നോർമലൈസ് ചെയ്യപ്പെടുകയും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒരു ബുൾ റൺ നടക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വർണത്തിൽ നിന്നും ഒരു കറക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു റിലീഫ് റാലി ഗോൾഡിൽ നടക്കുന്നുണ്ട്. അത് വളരെ ലിമിറ്റഡ് ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഓപ്ഷൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഡേ ആണ്. ഇപ്പോൾ ഈ പുട്ട് കോൾ റേഷ്യോ നമ്മൾ കാണുന്നത് 0.9 എന്ന ലെവലിലാണ്. അതായത് 1-ന് അത് നിൽക്കുന്നത്. കൂടാതെ മാക്സ് പെയിൻ 23,800 അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ എക്സ്പയറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ബുൾസും ബിയേഴ്സും ഒരേപോലെ ശക്തമായി നിൽക്കുന്ന ഒരു കടുത്ത പോരാട്ടത്തിലായിരിക്കും നാളെ എക്സ്പയറി ഉണ്ടാവുക. ഇപ്പോൾ മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ 23,750 23,800 ലെവലുകൾ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ 24,000 എന്നുള്ള ഒരു മെഗാ റെസിസ്റ്റൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇപ്പോൾ 23,800-നും 24,000-നും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആണ് നിലവിലുള്ള ഒരു ടെക്നിക്കൽ ലെവലിൽ വെച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിലും ഓവർനൈറ്റ് ഉണ്ടാകുന്ന പല ന്യൂസുകളും ഈ ഒരു സ്പെക്കുലേഷനെയൊക്കെ മാറ്റി മറിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.